ഹലോ നമസ്കാരം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയിൽ വീണ്ടും നിയമനങ്ങൾ. ബിരുദധാരികൾക്കും +2 യോഗ്യതയുള്ളവർക്കും അവസരം. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം കേട്ടോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ വകുപ്പുകളിലായി പുതിയ നിയമ നടപടികൾ ആരംഭിച്ചു. ജൂനിയർ അസിസ്റ്റന്റ്, ഹൈസ്കൂൾ ടീച്ചർ, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനങ്ങളും റാങ്ക് ലിസ്റ്റുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂനിയർ അസിസ്റ്റന്റ് ഒഴിവുകൾ. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ, ട്രാവൻകൂർ, കൊച്ചിൻ, കെമിക്കൽസ് എന്നിവിടങ്ങളിൽ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ 10 ഒഴിവുകളാണുള്ളത്. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 6 ആണ്. ഇതുകൂടാതെ PSCയുടെ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ 2026 പുതിയ ഗസറ്റ് വിജ്ഞാപനങ്ങളിൽ കാറ്റഗറി നമ്പർ 19/2026 മുതൽ 22/2026 വരെയുള്ള ഒഴിവുകൾ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂൺ 3 ആണ്. അസിസ്റ്റന്റ് മാനേജർ ഒഴിവുകളിലേക്കും KSEBയിലെ ഇലക്ട്രിസിറ്റി വർക്കർ ഒഴിവുകളുമൊക്കെയാണ് വരുന്നത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് PSC തുളസി പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് ഇല്ലെന്നും PSC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കാനുള്ള അവസാന തീയതി മറക്കണ്ട, 2026 ജൂൺ 3 കൂടുതൽ വിവരങ്ങളും ഔദ്യോഗിക വിജ്ഞാപനവും കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.